ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. തള്ളിക്കളഞ്ഞവരൊക്കെ ഇപ്പോൾ കൂട് വിട്ട് വേറെ കൂട്ടിക്ക് ചേക്കേറി. ചൊല്ലിക്കൊടുക്കൽ പോരാഞ്ഞിട്ട് ചിലരിങ്ങനെ കൂട് വിടാൻ വേണ്ടി റെഡിയായി നിൽക്കണം. ഇങ്ങനെ പല അഭ്യാസങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില അപശബ്ദങ്ങൾ കേൾക്കുന്നിടത്ത് പോയിട്ട് ഒന്ന് ചേർത്ത് പിടിക്കാൻ പ്ലീനത്തിൽ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലാന്ന് ചിലർ തീരുമാനിച്ചിട്ടുണ്ട്. വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ മനസ്സിന്റെ മാറാല മാറ്റിക്കടന്നു വന്നു. കവിത ചൊല്ലണേന് പാർട്ടിയിൽ ഒരു പ്രശ്നമില്ല, കവിത എഴുതണേനും പാർട്ടിയിൽ പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. പക്ഷേ കട്ടൻ ചായയും പരിപ്പുടയൊക്കെ വിപ്ലവം സൃഷ്ടിക്കുന്ന കാലമാണ്. അതുകൊണ്ട് കവിത പോയിട്ട് ഒരു വരി പ്രസ്താവനക്കാണെങ്കിലും നല്ല വില കൊടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പോവാൻ വേണ്ടി തീരുമാനിച്ചു. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. പിന്നെ നേരെ എഴുത്തും വായനയിലൊക്കെ നല്ല താല്പര്യമുള്ള ജി സുധാകരന് ഒരു പുസ്തകം അങ്ങോട്ട് കൊടുത്തു. ആലപ്പുഴ കായംകുളം കരുനാഗപ്പള്ളി ആ ഏരിയ മൊത്തത്തിൽ പാർട്ടിക്ക് എന്തോ ഒരു പന്തികേടുണ്ട്. പക്ഷെ ആ പന്തികേട് തീർക്കൽ ചെറിയ ചടങ്ങല്ല. മുത്തേ പൊന്നേ പിണങ്ങല്ലേ. അങ്ങനെ സുധാകരേട്ടനെ കണ്ടത് ജയരാജേട്ടനും, ജയരാജേട്ടനെ കണ്ടത് സുധാകരേട്ടനും പെരുത്ത് സന്തോഷമായി. വളരെയധികം സന്തോഷകരമായിട്ടൊരു മുഹൂർത്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് പഴയ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിക്കണമായിരിക്കും നല്ലത് എന്ന് PJക്ക് മനസ്സിലായി. സഖാവ് ജി സുധാകരൻ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന ഘട്ടത്തിൽ എൻ്റെ നേതാവായിട്ടുള്ള ആളാണ്. KSFൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന നേതാവാണ്. ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ തിങ്ങുന്നു, മനസ്സിൻ്റെ ശിഖകൾ തോറും മനസ്സിൻ്റെ മാറാല മാറ്റിക്കടന്നു വന്നു. പിന്നെ ഒരു കഥ പറച്ചിലായിരുന്നു. പഴയ കഥകളും വന്ന വഴികളും അങ്ങനെ പാടിയും പറഞ്ഞൊക്കെ കുറച്ച് സമയം. രാഷ്ട്രീയ നേതാക്കന്മാരെന്ന നിലക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ അനുസ്മരിച്ചു. ഓടിക്കളിക്കും ശിശുക്കളും നാട്ടിലെ ഓടവരമ്പിലും പാടവരമ്പിലും വറ്റിവരണ്ട് കിടക്കും നിലങ്ങൾ തൻ വിസ്തൃതമാകുന്ന മാറിടത്തെങ്കിലും കാലുകൾ മേയുന്ന പച്ചപ്പുൽമേടുകൾ നാടിന്റെ ഓമന സൗവർണ സ്വപ്നമേ. അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയ സ്ഥിതിക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ പഴയ ഓർമ്മകൾ ഒന്ന് ഓർക്കുമെന്ന പ്രതീക്ഷയിൽ ജയരാജേട്ടൻ ആലപ്പുഴയിൽ നിന്ന് മടങ്ങി.